നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല വായില്ല എന്നൊക്കെ വളരെ തമാശ രൂപേണ പലരും പറയും. അതായത് നമ്മളൊരു സ്നേഹിച്ച ഒരാൾക്ക് വേണ്ടി, അതിപ്പോൾ ഒരു സ്ത്രീ ഒരു പുരുഷന് വേണ്ടിയിട്ടാണെങ്കിലും ഒരു പുരുഷൻ സ്ത്രീക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഏതറ്റം വരെയും പോകും, എന്തൊക്കെ കഷ്ടപ്പാടുകൾ വേണമെങ്കിലും സഹിക്കുമെന്നൊക്കെ. എന്നാൽ ഇന്നത്തെ കാലത്ത് പ്രേമിച്ച പെണ്ണിനെ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രേമിച്ച പുരുഷനെ കിട്ടിയില്ലെങ്കിൽ ഇവിടെ കൊലപാതകങ്ങൾ വരെ, അല്ലെങ്കിൽ അതിനൊരു പ്രതികാരമായിട്ട് അവരെ കൊല്ലുക എന്നുള്ള ഒരു വഴി തിരഞ്ഞെടുക്കുന്ന ഒരു തലമുറ കൂടി, അല്ലെങ്കിൽ അത്തരത്തിലൊരു വിഭാഗം കൂടി ഇന്ന് നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഏതായാലും ഇവിടെ ഒരു 72കാരനെ വധുവായിരിക്കുന്നത് 27കാരിയാണ്. ഈ ഒരു വാർത്ത വന്നപ്പോൾ നിരവധി ആളുകളാണ് അവരുടെ ഈ ഒരു ബന്ധത്തെ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഈ ഒരു പ്രായ വ്യത്യാസത്തെ വളരെ കളിയാക്കിക്കൊണ്ട്, വളരെ മോശം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പല കമൻറ്റുകളും ഇടുന്നത്. പക്ഷേ ആ രണ്ട് വ്യക്തികൾക്ക് അതിൽ ഒരു പ്രശ്നവുമില്ല എങ്കിൽ പിന്നെ എന്തിനാണ് മറ്റുള്ളവർക്ക് ഇത്ര ബുദ്ധിമുട്ട് എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. ഏതായാലും ഇപ്പോൾ അത്തരത്തിലൊരു വിവാഹമാണ് നടന്നിരിക്കുന്നത്. അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു വിവാഹം നടന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. ഒട്ടേറെ പാരമ്പര്യങ്ങൾക്കും സംസ്കാരങ്ങൾക്കും പേരുകേട്ട സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇവിടെ സൂര്യനഗരം എന്ന പേരിൽ അറിയപ്പെടുന്ന ജോധ്പൂർ ഏറെ പ്രശസ്തമാണ്. ഇന്ത്യയുടെ സമ്പന്നമായ പാരമ്പര്യങ്ങളുടെ സത്ത ഉൾക്കൊള്ളുന്ന ഒരു രാജകീയ ശൈലിയിലുള്ള വിവാഹത്തിന് സാക്ഷ്യം വഹിച്ചതോടെ ജോധ്പൂർ വീണ്ടും വാർത്തകളിൽ ഇടം നേടുകയാണ്. ഇന്ത്യയുടെ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും ആകൃഷ്ടരായ യുക്രൈൻ സ്വദേശികളുടെ വിവാഹമാണ് ഇത്തവണ നടന്നത്. ഈ വിവാഹത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. 72 വയസ്സുള്ള യുക്രൈൻകാരനായ സ്റ്റാനിസ്ലാവും 27കാരിയായ അൻഹെലിനയുടെ വിവാഹമാണ് ഇന്ത്യൻ ആചാരങ്ങളിൽ ജോധ്പൂരിൽ നടന്നത്. കഴിഞ്ഞ 4 വർഷത്തോളമായി ഇരുവരും ലിവ് ഇൻ റിലേഷൻഷിപ്പിലായിരുന്നു. തങ്ങളുടെ വിവാഹം എന്ന ഒത്തുചേരൽ ഇന്ത്യൻ ആചാരങ്ങളിൽ വേണമെന്ന് ഇരുവർക്കും നിർബന്ധമുണ്ടായിരുന്നു. ഇതോടെയാണ് ഇവർ വിവാഹത്തിനായി രാജസ്ഥാനിലെത്തിയത്. ഷെർവാണിയും തൊപ്പിയും ധരിച്ചാണ് വരൻ എത്തിയതെങ്കിലും വധു പരമ്പരാഗത മാർവാടി വേഷത്തിലായിരുന്നു. ഒരു ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു പങ്കെടുത്തത്. ജോധ്പൂരിലെ മനോഹരമായ ഗാസ് ബാഗിൽ പരമ്പരാഗത ടിക്ക ചടങ്ങോടെ വരനെ സ്വീകരിച്ചു. പിന്നാലെ വർണ്ണാഭമായ വർമ്മല ആചാരത്തിൽ ദമ്പതികൾ മാലകൾ കൈമാറി. ചടങ്ങിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, പുരോഹിതൻ വേദമന്ത്രങ്ങൾ ഉരുവിട്ട് ദമ്പതികളെ 7 പുണ്യവ്രതങ്ങളിലൂടെ കടന്നുപോകാൻ അഗ്നിക്ക് ചുറ്റും നയിച്ചു. തുടർന്ന് സ്റ്റാനിസ്ലാവ് അൻഹേലിയയുടെ മംഗൽസൂത്രം അണിയിച്ചു. അതിന് പിന്നാലെ അൻഹേലിയയ്ക്ക് അദ്ദേഹം സിന്ദൂരം ചാർത്തി. ഇന്ത്യൻ വസ്ത്രം ധരിച്ച വധൂവരന്മാർ ആഘോഷങ്ങളിൽ ഏറെ സന്തുഷ്ടരായിരുന്നു. ഒപ്പം പരമ്പരാഗത ഗാനങ്ങളും വേദിയിൽ മുഴങ്ങി. വരനും വധുവും അതിഥികളോടൊപ്പം നൃത്തം ചെയ്തതോടെയാണ് വിവാഹ ചടങ്ങുകൾ അവസാനിച്ചത്. വീഡിയോ വൈറലായതോടെ ഒട്ടേറെ പേർ ഇവർക്ക് ആശംസകൾ അറിയിച്ച് രംഗത്തെത്തി. എന്നാൽ ചിലർ വീഡിയോയ്ക്ക് താഴെ വിമർശനവുമായി രംഗത്തെത്തുന്നുണ്ട്. കാരണം 72കാരനായ ഇദ്ദേഹത്തിന് മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ മാത്രമേ വിവാഹം കഴിക്കാൻ കിട്ടിയുള്ളൂ എന്നാണ് ചിലർ ചോദിക്കുന്നത്. ഇരുവരുടെയും പ്രായ വ്യത്യാസം തന്നെയാണ് വിമർശനത്തിന് കാരണം. ഏതായാലും ഈ രണ്ടുപേരും സന്തുഷ്ടരാണ്. പിന്നെ അത് കാണുന്നവർക്ക് അല്ലെങ്കിൽ അത് കേൾക്കുന്നവർക്ക് എന്താണ് പ്രശ്നം എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. ഏതായാലും അതിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം തന്നെ വൈറലാകുന്നുണ്ട്.